എന്നും ഒരേ രീതിയിലുള്ള പഴംപൊരിയാണ് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഈ വ്യത്യസ്ത പഴംപൊരിയും കൂടെ ഉണ്ടാക്കി നോക്കൂ കേട്ടോ. നല്ലൊരു മധുരവും അതേപോലെ ചെറുതായിട്ടൊരു പുളിയും എരിവും ഒക്കെ ചേർന്ന നല്ല അടിപൊളി ഒരു പഴംപൊരിയാണ്. എന്നാൽ ഒരേ രീതിയിലല്ലേ നമ്മൾ ഉണ്ടാക്കിയെടുക്കാറുള്ളത്. അപ്പോൾ ഈ വ്യത്യസ്ത രീതിയിലൊന്നും ഉണ്ടാക്കിയെടുത്ത് നോക്കുന്നത് നല്ലതല്ലേ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടാവും. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ നോക്കിയാലോ. അപ്പോൾ അതിന് ഞാൻ 3 പഴമാണ് എടുത്തിട്ടുള്ളത്. നല്ല വലിയ നേന്ത്രപ്പഴം. ഓവറായിട്ട് പഴുക്കാത്ത പഴമാണ് നമുക്ക് പഴംപൊരി ഉണ്ടാക്കാൻ നല്ലത്. ഓവറായിട്ട് പഴുത്താൽ അതൊന്ന് കുഴഞ്ഞ പോലെ ഇരിക്കും. അപ്പോൾ അത്ര ടേസ്റ്റ് കിട്ടില്ല. അപ്പം ഇതാണ് നല്ലത്. അപ്പോൾ ഞാൻ ഈ വലിയ പഴമായതുകൊണ്ട് ഇതൊന്ന് നടുക്കെ മുറിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ, പഴംപൊരി. അപ്പോൾ ഇത് നമുക്കൊന്ന് എല്ലാം മുറിച്ചെടുത്തിട്ട് ഇതുപോലെ കഷ്ണങ്ങളാക്കിയെടുക്കാം. വെക്കേഷൻ ടൈമാണ്, മക്കൾ വീട്ടിലുണ്ടാവും. മാത്രമല്ല നമ്മുടെ സഹോദരങ്ങളുടെ മക്കളും ഒക്കെ നമ്മുടെ വീട്ടിലേക്ക് വരും. അപ്പം അവരെല്ലാവരും കൂടുമ്പോൾ നമ്മൾക്ക് പലഹാരങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. എന്തേലും കഴിക്കാനുണ്ടോയെന്ന് എന്നും ചോദിക്കും അല്ലേ. അപ്പോൾ നമ്മൾക്ക് പലതരത്തിലുള്ള ഇതുപോലെയുള്ള വിഭവങ്ങൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്കും സന്തോഷമാണ്, മാത്രമല്ല നമ്മൾക്കും തൃപ്തിയാണ്. കുട്ടികളുടെ വിശപ്പടങ്ങുകയും ചെയ്യും. അവർ സന്തോഷിച്ചിരിക്കുന്നതും നമ്മൾക്ക് എല്ലാവർക്കും ഒരു സന്തോഷമുള്ള കാര്യമല്ലേ. അപ്പം വെറൈറ്റി പലഹാരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് നല്ലത്. ഹോട്ടലിൽ അത് തട്ടുകടയിലൊക്കെ സാധനങ്ങൾ നമ്മളെല്ലാവരും വാങ്ങിക്കൊടുക്കാറുണ്ട്. പക്ഷേങ്കിൽ അത് വാങ്ങിക്കൊടുക്കുന്നതിനേക്കാളും നല്ലത് നമ്മുടെ വീട്ടുകളിൽ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഞാനിവിടെ പഴം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്കൊരു പാത്രം എടുത്ത് അതിലേക്ക് 2 തവി കടലമാവ് ചേർത്ത് കൊടുക്കാം. അതേ തവിയിൽ തന്നെ 2 തവി മൈദ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1 തവി അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് കസൂരി മേത്തി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1.5 ടീസ്പൂൺ ചില്ലി ഫ്ലെക്സ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയിലയും കറിവേപ്പിലയും ചെറുതായി അരിഞ്ഞത് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് 1/2 ടീസ്പൂൺ ഗരം മസാല കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ആദ്യം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് ബാറ്റർ ഒന്ന് തയ്യാറാക്കിയെടുക്കാം. നല്ല കട്ടിയാകാനും പാടില്ല, അതേപോലെ ലൂസാകാനും പാടില്ല. ഇതിൽ നമ്മൾ ബേക്കിംഗ് സോഡ ചേർക്കുന്നില്ല. ബേക്കിംഗ് സോഡ ചേർക്കാതെയാണ് നമ്മൾ പഴംപൊരി ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ ഒരു പഴംപൊരി ഉണ്ടാക്കിയെടുത്തു നോക്കൂ. നല്ല ടേസ്റ്റുള്ളൊരു പഴംപൊരിയാണ്. ചെറുതായിട്ട് എരിവൊക്കെ ഇഷ്ടപ്പെടുന്ന കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കൂ. നല്ലൊരു വെറൈറ്റി സ്വാദുള്ളൊരു പഴംപൊരിയാണ്. നല്ലപോലെ മിക്സ് ചെയ്ത് നമുക്കിത് യോജിപ്പിച്ചെടുക്കാം. നമ്മൾ കടലമാവ് എത്രയാണോ എടുക്കുന്നത് അതേ പാത്രത്തിൽ തന്നെ നമുക്ക് മൈദയും അതേ അളവിൽ തന്നെ എടുക്കണം. പിന്നെ അതിന് കുറച്ചിട്ട് 1 തവി കുറച്ചിട്ട് നമുക്ക് അരിപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. അരിപ്പൊടി ഓവറായിട്ട് ചേർക്കരുത്. അരിപ്പൊടി ചേർക്കുന്നത് നല്ലതാണ്. അപ്പോൾ നല്ല പുറമേ നല്ല ക്രിസ്പി ആയിരിക്കും. പിന്നെ മാത്രമല്ല പഴംപൊരി നല്ല സോഫ്റ്റും ആയിരിക്കും. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ പരുവത്തിലാണ് ബാറ്റർ റെഡിയാക്കി എടുക്കേണ്ടത്. ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ച് എണ്ണ നല്ലപോലെ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് മാവ് എടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുക്കുമ്പോൾ അത് പെട്ടെന്ന് പൊങ്ങി വരുമ്പോഴാണ് ആ ചൂട് കറക്റ്റാണെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നത്. അപ്പം നമ്മുടെ എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ പഴം എടുത്ത് ഈ മാവിൽ മുക്കിയിട്ട് നമ്മൾക്ക് ഇതുപോലെ എടുത്ത് പൊരിച്ചെടുക്കാം. ആദ്യം ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക. അതിനുശേഷം നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മുടെ പഴംപൊരി 2-3 പ്രാവശ്യം ഒന്ന് തിരിച്ചിട്ടിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കൂ കേട്ടോ. വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്ന നല്ല ടേസ്റ്റുള്ളൊരു പഴംപൊരിയുടെ റെസിപ്പിയാണിത്.
4 മണിയാകുമ്പോൾ എന്തായാലും നമുക്ക് കുട്ടികളൊക്കെ വീട്ടിലുള്ള സമയത്ത് എന്തായാലും നമുക്ക് പലതരത്തിലുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും. എല്ലാവരും കടയിൽ നിന്ന് പലതരത്തിലുള്ള സാധനങ്ങളാണ് വാങ്ങിച്ചു കൊടുക്കാറുള്ളത്. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കുന്നത് പല എണ്ണകളിലും ആയിരിക്കും ഉണ്ടാക്കിയെടുക്കുന്നുണ്ടാവുക. മാത്രമല്ല ഒരേ എണ്ണയായിരിക്കും ഉപയോഗിക്കുന്നുണ്ടാവുക. അപ്പോൾ നമ്മുടെ മക്കൾക്ക് നമുക്ക് വീട്ടിൽ ഇതുപോലെ കുറച്ച് എണ്ണ ഉപയോഗിച്ചിട്ട് നമുക്ക് അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ നമുക്ക് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ എല്ലാ പഴംപൊരിയും ഇതുപോലെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്കി വന്ന മാവിൽ ഞാൻ ഈ എണ്ണയിൽ തന്നെ കുറേശ്ശെ ഇതുപോലെ പിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അത് നമുക്കൊരു പലഹാരമായിട്ട് കഴിക്കാം. നല്ല സോഫ്റ്റാണ്, അതേപോലെ നല്ല ടേസ്റ്റ് ഉള്ളൊരു പലഹാരമായിട്ട് നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ പണിയുള്ളൂ. നമ്മുടെ പഴംപൊരിയും അതേപോലെ ബാക്കി വന്ന മാവ് വെച്ചിട്ട് ഇതുപോലെ ഒരു പലഹാരം കൂടെ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ കളിച്ച് ഇരിക്കുന്ന സമയത്ത് കുട്ടികൾക്ക് കഴിക്കാൻ കൊടുക്കാനൊക്കെ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കൂ. അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന ഈ പഴംപൊരിയും അതോടൊപ്പം തന്നെ ബാക്കി വന്ന മാവ് കൊണ്ടുള്ള ഈ ചെറു പലഹാരവും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ വീഡിയോ ഇതുവരെ കണ്ടിട്ടുള്ളതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ മക്കൾക്ക് ഇതുപോലെ ഒന്ന് എല്ലാവരും ഉണ്ടാക്കി കൊടുക്കുമല്ലോ അല്ലേ?